السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. വേദിയിൽ ഉപവിഷ്ടരായ സമാധാനീയരായ ഉലമാക്കളെ, നേതാക്കളെ, വിശിഷ്ട അതിഥികളെ, ഒരുപാട് പ്രഭാഷണങ്ങളും വിഷയങ്ങളും ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇർഫാനി ഉസ്താദിന്റെ അധ്യക്ഷ പ്രസംഗവും അതിനുശേഷം മുഖ്യ പ്രഭാഷണവും ഒക്കെ ഇവിടെ നടക്കാനുണ്ട്. ഏതായാലും ഈ മഹത്തായ പരിപാടി യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തയുള്ള ആളുകൾക്ക്, ആലോചനയുള്ള ആളുകൾക്ക് കൂടുതലൊന്നും പറയേണ്ടതില്ല, സൂചനകൾ മതി, ഇഷാറത്തുകൾ മതി എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം. ഇന്നത്തെ ഈ പരിപാടി രാവിലെ തന്നെ ഞാൻ ഇതിന്റെ സംഘാടകരുമായി സംസാരിച്ചപ്പോ വല്ലാത്ത സങ്കടം എനിക്ക് തോന്നി. രാവിലെ നോക്കുമ്പോ വല്ലാതെ മഴയാണ്, എല്ലാ ഭാഗത്തും മഴയാണ്. വീടിക്ക് ഫോണാക്കി ചോദിക്കുമ്പോൾ ഇവിടെ മഴയൊന്നും ഇല്ല, ഇവിടെ മഴയില്ല, എനിക്ക് ഉറപ്പ് വന്നില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇന്ന് എല്ലാ ഭാഗത്തും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പറയുന്നു അവിടെ മഴയില്ല. അപ്പോ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ ജാമിയ ഇർഫാനിയ അറബിക് കോളേജിനെ സംബന്ധിച്ചും അതിന്റെ സാരഥിയായ മഹാനായ ഉസ്താദിനെ സംബന്ധിച്ചും അറിഞ്ഞവർക്ക്, മനസ്സിലാക്കിയവർക്ക് ഇതിലൊന്നും പ്രത്യേകത കാണാനില്ല. കാരണം സാധാരണ ആ ഇർഫാനിയ സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിൽ വൈകുന്നേരമായാൽ അസ്ര നമസ്കാരം കഴിഞ്ഞ് അപ്പൊ പരിപാടികളൊന്നുമില്ലാത്ത സമയത്ത് ആളുകൾ വല്ലാത്ത ചൂട് കൊണ്ട് പൊറുതിമുട്ടുന്ന സമയത്ത് ധൂളും അതുപോലെ തന്നെ പൊടിയുമൊക്കെ പാറുന്ന ഒരു സമയത്ത് അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പായി ചിലപ്പോൾ നല്ലൊരു മഴ വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക, എന്താ പഠിച്ചനി എന്താവും ഇത്? ഒന്നുമില്ല, ആ പൊടിയും തോളും എല്ലാം ഒന്ന് അടങ്ങി, ചൂടെല്ലാം ഒന്ന് തണുത്തു, ഒന്ന് ശാന്തമായി മഗ്‌രിബാകുമ്പോഴേക്ക് സമ്മേളന നഗരി വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് എത്തുന്ന കാഴ്ചകളും അനുഭവങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിൽ നമ്മളെ പോലെ വിശ്വാസം കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് അതിൽ ആശങ്കയും അങ്കലാപ്പും ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന്റെ സംഘാടകർ ഞങ്ങൾ കഴിക്കുന്ന എന്താക്കി നിന്നും ക്യാൻസലാക്കിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോ ഏതായാലും പരിപാടി നടക്കുന്നതിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ഒരാളോട് പറഞ്ഞു, എന്താവും അറിയില്ല, ഇന്നത്തെ കാല് വല്ലാത്ത പ്രശ്നമാണ്, വല്ലാത്ത അവസ്ഥയാണ്, ഇന്നെങ്ങനെ പരിപാടി നടക്കുമെന്ന് അറിയുന്നില്ല. അപ്പൊ ഞാൻ സംസാരിച്ച ആള് എന്നെക്കാളും കൂടെ അയാൾ പറഞ്ഞു, അതേതായാലും മഹാന്മാരായിരിക്കുന്ന ആളുകളും മാത്തുക്കളായിരിക്കുന്ന ആളുകളും ഒക്കെ ആകുമ്പോ അതിനെന്തൊക്കെ ഒരു വഴി ഉണ്ടാകും, അതിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, മഴ പോയി വെയിൽ വരുന്ന സാധ്യതയും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോ അതങ്ങനെ തന്നെ ഇവിടെ സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ അഹബ്ബ ലില്ലാഹ് വഅബഗദ ലില്ലാഹ് വഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന് വേണ്ടി കോപിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയും അല്ലാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ ഈമാൻ സമ്പൂർണമായി. നബിയുനാ റസൂലുള്ളാഹി. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. നാം എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, ഒരാൾ മറ്റൊരു നാട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഒരാളെ കാണാൻ വേണ്ടി പോകുന്നു, ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. പോകുന്ന വഴിയേ ഫഅർസലല്ലാഹു ഫീ മദ്റജതിഹി മലകാ. അല്ലാഹു തആല പോകുന്ന വഴിയിൽ ഒരു മലക്കിനെ അവിടെ നിശ്ചയിക്കുന്നു, ഒരു മലക്ക് ആ വഴിയിലൂടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. എന്നിട്ട് ആ മലക്ക് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? ആരെ കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ?
അപ്പോൾ അദ്ദേഹം പറയുന്നു, എന്നാൽ ഇന്ന് നാട്ടിൽ ഒരാളുണ്ട്, അയാളെ കാണാൻ വേണ്ടി പോകുന്നതാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെയുണ്ട്, അയാളെ കാണാൻ വേണ്ടി. എൻ്റെ ഒരു ബന്ധു, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഒരു മഹാൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അവരെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോ ഈ മലക്ക്, മനുഷ്യന്റെ കോലത്തിലുള്ള ഈ മലക്ക് ചോദിക്കുന്നു, അയാളിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കാര്യലാഭമുണ്ടോ? അയാളിൽ നിനക്ക് എന്തെങ്കിലും ദുന്യവിയായ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളോ കാര്യലാഭമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ, ആ സഹോദരൻ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ മലക്കിനോട് മലക്ക് എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ, ഇത് മലക്ക് എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. അയാൾ പറഞ്ഞു, ഞാൻ പറയുന്നത്, ഞാൻ പോകുന്നത് മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ദുന്യവിയായ ഒരു കാര്യവുമില്ല. പലപ്പോഴും അള്ളാഹുവിന്റെ മഹത്തുക്കളെയും സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും മഹാന്മാരെയും ഒക്കെ പലരും ബന്ധപ്പെടുന്നത് ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ. പലപ്പോഴും കച്ചവടത്തിന്റെ കാര്യങ്ങൾ നന്നാകാൻ, വീട്ടുകാര്യങ്ങൾ നന്നാകാൻ, നാട്ടുകാര്യങ്ങൾ നന്നാകാൻ, അല്ലെങ്കിൽ രോഗങ്ങൾ ശിവയാകാൻ, നല്ല കാര്യങ്ങൾ മെച്ചപ്പെടാൻ, അഭിവൃദ്ധിപ്പെടാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് പലപ്പോഴും ഇങ്ങനെ ദുന്യവിയായ കാര്യലാഭത്തിന് വേണ്ടി പലപ്പോഴും പോകാറില്ലേ? ഇദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിനക്ക് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയാണോ പോകുന്നത്? അദ്ദേഹം പറയുന്നു, ഞാൻ അദ്ദേഹത്തെ അല്ലാഹുവിൽ സ്നേഹിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല, വേറെ ഒരു ഉദ്ദേശവുമില്ല. ഞാൻ അല്ലാഹുവിൽ അദ്ദേഹത്തെ ആളെ സ്നേഹിച്ചവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു, മറ്റൊരു ഉദ്ദേശവും എനിക്കില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല നിയമിച്ച മലക്കുണ്ടല്ലോ, ആ മലക്ക് അവിടെ നിന്ന് പറയുന്നു, ഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ഞാൻ അല്ലാഹു ഇങ്ങോട്ട് നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടി അയച്ച നിങ്ങളിലേക്ക് അയച്ച അല്ലാഹുവിന്റെ ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനോട്, ആ വ്യക്തിയോട് ഈ മലക്ക് പറയുന്നു, നിങ്ങൾ എന്തിനാ എന്നെ അയച്ചത്? നിങ്ങൾ അല്ലാഹുവിൽ നിങ്ങൾ അയാളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ അല്ലാഹു സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു തരാൻ വേണ്ടി അല്ലാഹു അയച്ച ദൂതനാണ് ഞാനെന്ന് ആ മലക്ക് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുവാൻ അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ് മഹാനായ ഉസ്താദിനെയും അവിടുത്തെ സ്ഥാപനത്തെയും അതുപോലെയുള്ള മഹത്തുക്കളെയും നാം സ്നേഹിക്കുന്നത് എന്തെങ്കിലും ദുനിയാവിയായ കാര്യലാഭത്തിന് വേണ്ടിയല്ല. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. എപ്പോഴും നാം ദുആ ചെയ്യണം അല്ലാഹുവിനോട്, അല്ലാഹുവേ നിന്റെ മഹബ്ബത്ത് വേണം, നിന്റെ മഹബ്ബത്ത് വെക്കുന്നവരുടെ മഹബ്ബത്തും എനിക്ക് വേണം എന്ന് ദുആ ചെയ്യാൻ, അല്ലാഹുവിനോട് ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ നിലക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഉസ്താദിനെയും നാം സ്നേഹിക്കുന്നതും അവരുമായി ബന്ധപ്പെടുന്നതും. അവരുടെയൊക്കെ കഥകൾ പറയുകയാണെങ്കിൽ എത്ര നേരത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ബംറാണി ഉസ്താദുകൾ സൂചനാഫലകമായി വളരെ നല്ല വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞ് ഞാൻ ഓർത്തു പോകുന്നു. മഹാനായ ശൈഖുനായുടെ അരികിലേക്ക് പലപ്പോഴും പോകുമ്പോൾ പല വിഷയങ്ങളുമായിട്ടാണ് പോകാറ്, പല ഉദ്ദേശങ്ങളുമായിട്ടാണ് പോകാറ്, പല കാര്യങ്ങളുമായിട്ടാണ് പോകാറ്. ഒരു കൂട്ടം ആളുകൾ ഒരിക്കൽ പോയി, അവർ പറയുന്നു, ഞങ്ങൾ പോകുമ്പോഴേക്ക് പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ടാ പോയത്. എന്താണ്, എന്തിനാണ് ഈ സമ്മേളനം നടന്നത്? ഇപ്പൊ പിന്നെ ഉസ്താദന്നെ അങ്ങനെ പറയുമ്പോ അതിനെ 2 കൊല്ലത്തിനാക്കി മാറ്റിയില്ല, കൊല്ലത്തിലുണ്ടായിരുന്നു, ഈ കൊല്ലത്തിലും മറ്റുമൊക്കെ. എന്തിനാണ് ഈ സമ്മേളനം ഉണ്ടാക്കുന്നത്? കുറെ പൈസ ചെലവാക്കിയിട്ട്, കുറെ അധ്വാനിച്ചിട്ട്, കുറെ കാര്യങ്ങൾ നടത്തി, എന്തിനാ ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളൊരു ആശങ്ക, അതല്ലെങ്കിൽ മനസ്സിലൊരു ചെറിയൊരു സംശയം പോലെ, ഒരു ചിന്ത പോലെ അവരുടെ മനസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പോയത്. അവർ പോയി ശൈഖുനായുടെ മജ്‌ലിസിൽ ഇരുന്നു. ഇവിടെ ഉസ്താദിന്റെ മജ്‌ലിസ് എന്ന പോലെ തന്നെ തിരിച്ചു വന്നിട്ട് പറയുന്നു, അവർ പോകുമ്പോ ശൈഖുന ഒരുപാട് ദുനിയാവിൽ ഇന്ന് നടക്കുന്ന അനാവശ്യങ്ങളും വേണ്ടാത്തരങ്ങളും മൊബൈൽ ഫോണുകളും അതിലൂടെ ഉണ്ടാകുന്ന ഒരുപാട്
അനാവശ്യ പ്രവൃത്തികളും താന്തോന്നിവാസങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും പരാജയങ്ങളും എല്ലാം അവിടെ ഓരോന്നായി എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ജാമിഅ ഇർഫാനിയയിൽ സമ്മേളനങ്ങൾ നടത്താറുള്ളത്. ഇതൊക്കെ വന്ന് ജനങ്ങളോട് വിശദീകരിച്ച് പറയണം. അത് പറയാൻ വേണ്ടിയാണ് ഈ സമ്മേളനങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ പോയ ആളുകൾക്കല്ല സംശയം തീർന്നു. എന്തിനാ ഇത് നടത്തുന്നത് എന്നായിരുന്നു അവരുടെ സംശയം. അതിനവിടെ തന്നെ മറുപടി പറഞ്ഞു. ഞാനോർത്ത് പോകുന്നു, നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പെൺകുഞ്ഞില്ല. അദ്ദേഹം കഅബയിൽ പോയി, വിശുദ്ധമായ റൗള ശരീഫിൽ പോയി, അവിടെ പോയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു, റോദാന്റെ അരികിലും മറ്റൊക്കെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അയാളങ്ങനെ തിരിച്ചു വന്നു. ഒരു പെൺകുട്ടി ഉണ്ടായപ്പോ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്തെങ്കിലും വെറുതെ അനാവശ്യ കഥകളോ അങ്ങനെ ആവശ്യം പറയേണ്ടതോ ഇല്ലാത്തത് പറയേണ്ടതോ ഒരു ആവശ്യം നമുക്കില്ല, ഉള്ളത് തന്നെ ധാരാളമാണ്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ആ പെൺകുഞ്ഞിന് ഒരു പേരുണ്ടാവണം. അത് നിങ്ങോ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ചോദിച്ച് പേര് സെറ്റാക്കി തരണം എന്ന് പറഞ്ഞു. ശരി, അവിടെ പോയിട്ട് ചോദിക്കാറൊന്നും പറ്റില്ല. നമ്മുടെ തങ്ങൾ ഇവിടെ മജ്‌ലിസിലുണ്ട്, ബഹുമാനപ്പെട്ട ശരീഫ് തങ്ങൾ, അവരുമായി ഞാൻ ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്തെന്നറിയോ, നമ്മളൊരു സുഹൃത്തിന് ഒരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട്, ഒരു പേര് ശൈഖുനോട് ചോദിച്ചിട്ട് അത് സെറ്റാക്കി തരണം. അങ്ങനെ തങ്ങളുടെ സൗകര്യം നോക്കി ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് അവിടുന്ന് പറഞ്ഞ മറുപടി ഫാത്തിമത്തു സുഹറ എന്ന് പേര് വെച്ചു. ഈ പേര് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇങ്ങനെ ഉസ്താദിന്റെ ഭാഗത്തിൽ നിന്നും പേരിങ്ങനെ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അപ്പൊ പറഞ്ഞ മറുപടി, ഉസ്താദ് എന്താണ് സംഭവം? ഞാൻ റൗളയുടെ അരികിലും പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു പെൺകുഞ്ഞുണ്ടാകണമെന്ന് ഞാൻ ദുആ ചെയ്തിരുന്നു. പക്ഷേ ആ ദുആ എടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹം വെച്ചിരുന്നു, എനിക്കൊരു പെൺകുഞ്ഞ് വളർന്നാൽ ഞാൻ ഫാത്തിമത്തു സുഹറ എന്നൊരു പേര് വെക്കണം എന്നുള്ള രാശി എന്റെ മനസ്സിലുണ്ടായിരുന്നു, എന്റെ കൽബിലുണ്ടായിരുന്നു. എന്തെന്ന്? ഫാത്തിമത്തു സുഹറ എന്നൊരു പേരാണ് പെൺകുഞ്ഞ് ജനിച്ചാൽ എനിക്ക് വിളിക്കേണ്ടതെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന ഉസ്താദിന് അത് മനസ്സിലായല്ലോ. ഉസ്താദ് അവിടുന്ന് പറഞ്ഞത്, എന്റെ ആ കുഞ്ഞിന് പേര് ഫാത്തിമത്തു സുഹറ എന്ന് വെച്ചോ. ഖുലൂബുല്ലാഹി ഫീനലഹാ ആളുകൾക്ക് ആ സഹോദരൻ മനസ്സിലങ്ങ് വിചാരിച്ചതാണ്, എനിക്ക് പെൺകുഞ്ഞ് ജനിച്ചാൽ ഫാത്തിമത്തു സുഹറ എന്ന പേര് വിളിക്കണമെന്ന്. പക്ഷേ ശൈഖുനായോട് പേര് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുടെ സന്നിധാനത്തിലെ തങ്ങളുടെ അതിർത്തിലെ തങ്ങൾ തന്നെയാണ് പേര് ചോദിച്ചത്. അവിടുത്തെ തങ്ങളോട് അവർ പറഞ്ഞ പേരെടുത്ത പേര് ഫാത്തിമത്തു സുഹറ എന്ന് വിളിച്ചോട്ടെ അവർ. സുബ്ഹാനല്ലാഹ്. എത്രയെത്ര അനുഭവങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള മഹാനായ ശൈഖുനായുടെ നേതൃത്വത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് അവരുടെ സമ്മേളനങ്ങൾ ധാരാളം നാം കണ്ടവരാണ്. പ്രത്യേകിച്ച് ആ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത, അവസാന